ചേട്ടാ, മോക്ക് ചോറൂണിന് ഡ്രസ്സ് എടുക്കാൻ എപ്പോ പോവും? അത് അശ്വതി അമ്മയും തീരുമാനിച്ചോളൂ, നീ അതിലിടപെടാൻ നിൽക്കണ്ട. എടാ, നീ ഇവിടെ ഇരിക്കുന്ന പെട്ടെന്ന് വന്നാണ്. നാളത്തെ കൊച്ചിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോണം നമുക്ക്. പിന്നെ അവൾ എവിടെ ഇരിക്കട്ടെ, അമ്മമ്മക്ക് കൂട്ടിനാരുമില്ല. എനിക്കും നിനക്കും അശ്വതി കൂടെ പോയിട്ട് പെട്ടെന്ന് വരാം. ഓ, ഒരുപാട് നടന്നെങ്കിൽ എന്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കിട്ടി അവസാനം കൊച്ചിന്. അമ്മ ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളത്തില്ലേ? നാളെ നമുക്ക് ചോറ് ഉണ്ണുന്ന സമയത്ത് ഇത് തന്നെ ഇടാം. എടാ, ഇങ്ങോട്ട് നോക്കടാ, നീ അവിടെ എന്തോ നോയിക്കൊണ്ടിരിക്കുക. നാളെ ഇതിട്ടാ പോരെ കൊച്ചിനെ. ഇവരെന്തിനാ മോന്തയെ പഠിച്ചിറക്കി വെച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഇതിലിപ്പോ ഞാനെന്ത് പറയാനാ, എല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളല്ലേ, അതെല്ലാം നടക്കട്ടെ. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇത് ഞങ്ങളുടെ ചെറുക്കന്റെ കുട്ടിയല്ലേ, നീ വയറിന് ഇടം കൊടുത്തെന്നുള്ളതല്ലേ ഉള്ളൂ. വയറിന് ഇടം കൊടുക്കാനായിരുന്നാലും ഞാൻ ഉണ്ടായിരുന്നില്ലേ അമ്മ? ഓ പിന്നെ, വാടക ഗർഭം ധരിക്കാനും പെണ്ണുങ്ങളെ കിട്ടും. നീ ഇവിടെ ഇരിക്കുവായിരുന്ന? നിങ്ങൾ എല്ലാരെയും ഫ്രണ്ടിൽ വെച്ച് എന്താ പറഞ്ഞത് ചേട്ടാ? അമ്മു, തമാശയുടെ രീതി കാണാൻ പഠിക്ക്. ഇതൊക്കെയാണോ ചേട്ടാ തമാശ? നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ വീട്ടുകാരായതുകൊണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷെ 9 മാസം ഞാൻ സഹിച്ചത് എന്താണെന്ന് എനിക്കറിയാം. എന്റെ ശരീരവും ഉറക്കവും ആരോഗ്യം എല്ലാം കൊടുത്തിട്ടാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞ ഈ വയറിനിടയില്ലേ എന്റെ മോക്കായിട്ട് ഞാൻ ഒരുക്കിയത്. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെയും ഞാൻ കണ്ടില്ല. നിനക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കാൻ എന്റെ വയറ്റിൽ കിടന്നപ്പോഴേ ആരുമില്ല. പുറത്തു വന്നതോടെ എല്ലാവരും അവകാശം പറയാനെത്തി. വാടക ഗർഭം കൊണ്ട് കുഞ്ഞിനെ കിട്ടും, പക്ഷെ ഒരു അമ്മയുടെ വേദന വാടകയ്ക്ക് കിട്ടില്ല. ഇത് കേട്ട് ചിരിച്ച നിങ്ങളുടെ അമ്മയും ഒരു സ്ത്രീയല്ലേ, അവർക്കും മക്കളില്ലേ. പക്ഷെ മരുമകളായതുകൊണ്ടായിരിക്കും അല്ലേ അവർ ചിരിച്ചത്. അവരുടെ സ്വന്തം മകളായിരുന്നെങ്കിൽ അവരിങ്ങനെ ചിരിക്കുമായിരുന്നു. ഇന്നാണ് മനസ്സിലായത് നിങ്ങളുടെ മനസ്സിലൊരു പെണ്ണിന്റെ വില എത്രയാണെന്ന്. നിങ്ങളുടെ ഭാര്യ ആയതിൽ തന്നെ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു. ഇങ്ങനൊരു ഭർത്താവിന് ഒരു പെണ്ണിനും കിട്ടാതിരിക്കട്ടെ.